ലോകവ്യാപകമായി കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കേണ്ട നടപടി ജനകീയമായി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം എന്നുള്ള രീതിയിൽ കേരള ജനത ഇതിനൊരു മാതൃകയാകാനായിട്ടുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നു. അതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി 1 കോടി വൃക്ഷത്തൈകൾ നമ്മളുടെ നാടൊട്ടുക്കും വെച്ചു പിടിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം ഹരിത കേരള മിഷൻ ഏറ്റെടുക്കുന്നത്. വൃക്ഷവൽക്കരണം നമ്മൾ എല്ലാ കാലത്തും കണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഇത്തരം വൃക്ഷവൽക്കരണ പ്രവർത്തനങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനും അതിൻ്റെ പരിപാലനം ഉറപ്പാക്കുവാനുമായിട്ടുള്ള ഒരു നടപടി കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ ഈ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ ശ്രമിക്കുന്നു. ഒരു തൈ നടാം എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏകദേശം 5.5 ലക്ഷത്തോളം തൈകൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നട്ട് അതിൻ്റെ പരിപാലനം ഉറപ്പാക്കുവാനാണ് ഹരിത കേരള മിഷൻ ലക്ഷ്യമിടുന്നത്. വലിയൊരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള വലിയ സംഘടനാ സംവിധാനങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ, NSS പോലുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് കേരളം. ഇപ്പോൾ ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി ഒരു വലിയ ജനകീയ ക്യാമ്പയിനായി ഒരു തൈ നടാം എന്ന ക്യാമ്പയിനെ മാറ്റുവാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിക്കുന്നത്. നൂതനമായിട്ടുള്ള ചില ക്യാമ്പയിൻ അല്ലെങ്കിൽ പേരുകളിലൂടെ ഇതിൻ്റെ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് മിഷൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ ജനപ്രതിനിധികൾക്കായിട്ടുള്ള ഓർമ്മ മരം, അവരുടെ കാലയളവ് കഴിയുന്ന മുറയ്ക്ക് അവരുടെ ഓർമ്മയ്ക്കായിട്ടൊരു മരം നട്ടുപരിപാലിക്കാനായിട്ടുള്ള നടപടി സ്വീകരിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഭാവി പ്രതീക്ഷകളായിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമാക്കി ചങ്ങാതിക്കൊരു തൈ എന്നുള്ള പേരിൽ അവരെ കേന്ദ്രീകരിച്ചൊരു ക്യാമ്പയിൻ, കുടുംബശ്രീ വഴി അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പയിൻ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പയിൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ജനകീയ പ്രവർത്തനമായി ഇത് മാറുവാനും ഒരു തൈ നടാം എന്നുള്ളൊരു ക്യാമ്പയിൻ വളരെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഹരിത കേരള മിഷൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 5-ന് നമ്മൾ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 30 വരെയാണ് ഉള്ള കാലയളവിലാണ് നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ പൂർത്തീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ നമ്മളുടെ ലക്ഷ്യം കൈവരിക്കാൻ നമ്മളുടെ ജനകീയ കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ സംഘടനാ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥ തലത്തിൽ കൂടെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്.